സണ്ണിച്ചേന്റെ അമ്മച്ചി എടുത്തോടാ എടുത്തോടാ തുടങ്ങിക്കോടാ. അയ്യോ ഇതെന്തു പറ്റിയുടെ മക്കളെ? ഞങ്ങള് കള്ളനും പോലീസ് കളിക്കായിരുന്നു. സണ്ണിക്കുട്ടി പോലീസ് കള്ളനായിരുന്നു. പോലീസ് കള്ളനെ പിടിച്ച് പെരുമാറിയതായി കാണുന്ന. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവ എന്നെ തൂക്കി കൊന്നേനെ. മാതാവേ, അവന് ഞാൻ ശരിയാക്കുന്നുണ്ട്. എവിടെ കുർത്തക്കെട്ടോ? വാമച്ചി, അവൻ പറമ്പിലുണ്ട്. ഞങ്ങൾ കാണിച്ചുതരാം. വാ വരേടെ മക്കളെ. അവൻ വല്ല കുളത്തിലെ തോട്ടിലെ മുങ്ങി കിടക്കണ്ട. അവൻ എന്റെ മക്കളെ എന്ത് എണീറ്റ് വാടാ. എന്നതാണ് മക്കളെ നോക്കുന്നേ? താൻ പോയി തന്നെ ദാടി മേടിക്കണോ? അതിനല്ലേ പോകുന്നു. ഓ നല്ല സൃഷ്ടിയാണ്. നോക്കണ മക്കളെ. സണ്ണി മറത്തുമ്മേ ഇരിക്കുന്നു. എടാ ഇറങ്ങി വാടകട്. അമ്മത്തേക്ക് തല്ലാനല്ലേ ഞാൻ ഇറങ്ങി വരില്ല. ഇവന് ഞാനിന്ന് മര്യാദക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ വലിയ തോട്ടിൽ കുത്തി താഴ്ത്തിടും. തോറ്റോണ്ട് കുറ്റം ഞാൻ അമ്മച്ചിയുടെ തലയില് തുപ്പിടും. എന്നിട്ടും പോയില്ലെങ്കിൽ അമ്മച്ചിയുടെ തലയിൽ ഞാൻ മൂത്ര വെച്ചു. വൃത്തികെട്ടവനെ കൊല്ലു നിന്നെയായി. വയസ്സ് 32 കഴിഞ്ഞു. എന്നിട്ട് അവന്റെ പിള്ളകള് കഴിഞ്ഞില്ല. ഇറങ്ങി വാട പോത്തെ. പോത്ത അമ്മച്ചിയുടെ കിച്ചോനാ. എടാ സ്വന്തം തന്തയ്ക്ക് എന്നെ പറയുന്നോടാ ഏരണ കെട്ടവനെ. എടാ വെറുതെ അല്ലടാ നിന്റെ തലവട്ട കണ്ടപ്പോ അങ്ങനെ കച്ചവടം നിർത്തി പോയി. എടാ കഞ്ഞി അടപ്പത്ത് കിടക്കണോന്ന് നീ ഇറങ്ങി വരുന്നുണ്ട. എനിക്കിപ്പോ കഞ്ഞി വേണ്ട അമ്മച്ചി. എന്റെ കർത്താവേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റടാ. അമ്മച്ചി, അമ്മേ എന്നാ അമ്മേ? ദേ നോക്കട മോനെ. അച്ചായി വന്നു. അമ്മച്ചിന്ന് കിട്ടും. മോനെ സണ്ണിച്ച താഴെ വീണ കയ്യും കാലും ഒടിയും. അത് വീഴത്തൊന്നുമില്ല. ഉടുമ്പിന്റെ ജന്മല്ലേ. ഒന്ന് ചുമ്മാരി അമ്മേ. മോനെ അച്ചായനാ പറയുന്നേ. താഴേക്ക് ഇറങ്ങി വാ. അമ്മച്ചി തല്ലച്ചായ. അവിടെ ഇങ്ങോട്ട് വന്നേ. പോട്ടെ. ഇനി മോൻ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോരെ. അച്ചായ എനിക്ക് മസാല ദോശ വാങ്ങിച്ചു തരോ? മേടിച്ചു തരാം. അല്ല ഞാൻ ഇറങ്ങാട്ടോ. സൂക്ഷിച്ചേ. ഇറങ്ങാൻ പറ്റില്ലല്ലോ. അച്ചായ എനിക്ക് മസാല ദോശ വാങ്ങിച്ചല്ലോ. ഇവന് എരിപ്പാഷാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ചുമ്മാരി നീ ഒറ്റ ഒരുത്തനാണ് അവൻ ചീത്തയാക്കണത്. ചക്കര കുട്ടിയമ്മ. അവൻ കണ്ണനെ കാണിച്ച് കണ്ട നീ. ഞാൻ പോവാ. ഈ പുല്ലാഴ്ച പിള്ളേരെ ചീത്ത. എന്തിനാടാ കണ്ണനെ ഉപദ്രവിച്ചത്? അവൻ കുഞ്ഞല്ലേ. ഇവനെ നാളെ അറസ്റ്റ് ചെയ്തപ്പോ ഇവൻ എന്നെ പോത്തം പോലീസല്ലേ വിളിച്ചു. അല്ല കണ്ണാ, ഇനി അങ്ങനെ ഒന്നും വിളിക്കരുത് കേട്ടോ. അവൻ നിന്നേക്കാ മൂത്തതല്ലേ. വഴക്കുണ്ടാക്കാതെ പോയി കളിച്ചോ. പിതാവായ ദൈവമേ, ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പകയും വിദ്വേഷവും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. നിത്യപിതാവായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ രക്ഷിക്കണമേ. എന്താടാ? അല്ല അച്ചായ, എന്താ മക്കളെ? അച്ചാമ്മ ചെറുത്തിക്ക് എഴുതുമ്പോ എന്റെ കാര്യം കൂടി ഒന്ന്, അല്ല 1-2 ലക്ഷം വരെ കൊടുത്ത് ജോലി കയറാൻ ആൾക്കാരുണ്ട്. പിന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒന്നാമനായതുകൊണ്ട് ചെറിയൊരു തുക അവർ ചോദിക്കുന്നുള്ളൂ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഞാൻ ആ തുക അച്ചായന് തിരിച്ചു തന്നേക്കാം. എന്താ അച്ചായ? നീ എന്താ പറഞ്ഞേ? 1 വർഷത്തിനുള്ളിൽ നീ തിരിച്ചു തന്നേക്കാവെന്ന്. അതായത് എന്റെ കടം വീട്ടിയേക്കാവെന്ന് അല്ലേ? അങ്ങനെ എല്ലാ കണക്കും നിനക്ക് തീർക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ അപ്പച്ചൻ മരിച്ചതിന് ശേഷം നമുക്കൊരു ദാരിദ്ര്യകാലം ഉണ്ടായിരുന്നു. കുട്ടികളായ നിങ്ങളന്ന് വിശന്ന് കരഞ്ഞപ്പോ 13 വയസ്സുള്ള ഞാൻ അന്ന് പണിക്കിറങ്ങി, കല്ലുമടയിൽ പാറ പൊട്ടിക്കാൻ. നിങ്ങളുടെ വിശപ്പ് മാറിയപ്പോഴും ഞാൻ അന്നും പട്ടിണി കിടക്കുകയായിരുന്നു. പൊട്ടിപ്പൊളച്ചേ കൈകൊണ്ട് ഒരു പിടി ചോറ് പോലും വാരി തിന്നാനാവാതെ
ഞാൻ അന്നും പട്ടിണി കിടന്നു. അപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. എന്റെ അനുജന്മാരുടെ അമ്മച്ചിയുടെയും വിശപ്പ് മാറിയല്ലോ എന്നോർത്ത് അന്നും ഇന്നും എന്തും നിങ്ങൾക്ക് നൽകാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നോടുള്ള കണക്ക് തീർത്തിട്ട് അകന്നു പോകാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ തരുന്നതിൽ ഒന്ന് മാത്രം നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നാ മതി, സ്നേഹം. അതെത്ര വേണമെങ്കിലും തന്നോളൂ. ഈ അച്ചായൻ വാങ്ങിച്ചോളാം മക്കളെ, വാങ്ങിച്ചോളാം. അന്തോണി ചായോ, എന്തോ ഒരു കമ്പി ഉണ്ട് കേട്ടോ. കമ്പിയോ? ദാ, ഇതിലൊരു ഒപ്പിട്ട് തന്നാട്ടെ. ഇതില് ഈശോയെ. എന്താന്ന് നോക്കട സുമാര. അല്ല, ഇതേ ഒന്ന് വായിച്ചേ. അച്ചാമ്മക്കുട്ടി അറൈവിംഗ് ഓൺ 18th. അയ്യോ കർത്താവേ, എന്റെ ഈശോ. എന്റെ പൊന്ന് ചേട്ടത്തി, അച്ചാമ്മക്കുട്ടി 18-ാം തീയതി വരുന്നൂന്ന്. എന്റെ കർത്താവേ, അതാണോ? കർത്താവേ, നാളെയല്ലേ 18-ാം തീയതി? കൊണ്ടുവന്നേ. എടാ സന്ധ്യേ, ജോഡിയേ, എടാ ഓടി വാടാ. എടാ നിങ്ങൾ അച്ചാമ്മച്ചി അടുത്ത് വരുന്നത്. കമ്പി കമ്പി. എന്താ നിർത്താം, ഒരുമിച്ചാവാം. അവസാനം എന്റെ കത്തുകൾക്ക് പ്രയോജനമുണ്ടായി അല്ലേ? എത്ര ദിവസത്തെ ലീവുണ്ട്? ഒന്ന് പറയുന്നേ. തിരിച്ചു പോകാൻ ധൃതിയൊന്നും വെക്കരുത്. ധൃതി വെച്ചാലും ഞാൻ വിടത്തില്ല. ഒന്ന് കാണാൻ കൊതിയ. അല്ല, പൊടി അയ്യോ, ഫോട്ടോ. ഈ വർത്താനൊക്കെ നേരിട്ട് വന്നിട്ട് ആയാ പോരെ. അല്ല, ഞാൻ ഈ ഫോട്ടോ പൊടിയൊക്കെ തുടച്ച്. ഫോട്ടോ പൊടി ഒക്കെ മനസ്സിലായി. 3 വർഷമായിട്ട് എന്റെ മോള് ഇങ്ങോട്ട് വരിക. ഫോട്ടോ നോക്കി കിന്നരിച്ച് നിക്കാതെ നീ ഇങ്ങോട്ട് വന്നേ. നമുക്കിവിടെ പെരുന്നാൾ ആഘോഷിക്കണ്ട മോനെ. എന്നെ തോൽപ്പിക്കാൻ നോക്കണട്ടാ. നിന്നെ ഞാന് എടാ ഓടല്ലേ, കാലില് കുപ്പിച്ചില്ലി കേറും. കാലിന് കുപ്പത്തിൽ കയറില്ല മറ്റേ. എടാ പൊട്ട, നിന്റെ കാലില് കുപ്പിച്ചില്ലി കേറുന്ന പറഞ്ഞു ചെറുത്താനേ. അമ്മച്ചിനെ കച്ചോൻ. ഓട പട്ടി. മറ്റേ അമ്മച്ചിനെ തണ്ടപ്പതി. നീ ഒരിക്കലും നന്നാവില്ലടാ, കൊടുത്തു കേട്ടോനെ. എടാ അതൊന്നും വലിച്ചിടാതെ പോടാ പുറത്തേക്ക്. അമ്മച്ചിനെ കോഴി കമ്പൽ പറയാൻ പറ്റില്ല. എടാ വലിച്ചിടല്ലേ. നിന്നെ നോക്കി പേടിപ്പിക്കുന്ന പന്നി. കൊല്ലിനെ നല്ല കൊല്ലി. നിന്നോട് അത് അരിയാനാ പറഞ്ഞത്, അല്ലാതെ വായിലിട്ട് അരയ്ക്കാനല്ല. അന്നെ ഞാൻ തേങ്ങ തെരഞ്ഞു കൊള്ളാം. എന്തോന്ന്? തേങ്ങ തെരഞ്ഞു കൊള്ളാന്. അച്ചാമ്മ വരുന്ന വിവരം അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കണം, അല്ലെങ്കിൽ പരാതിയാവും. അതെ, ആലീസിനെ അളിയനൊക്കെ ഞാൻ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. എന്റെ ആങ്ങളമാരൊക്കെ അറിയിച്ചണ്ട. ഓ ഉണ്ട്. അച്ചായ, ഇവനീ തേങ്ങ മുഴുവൻ തിന്ന് തീർക്കും. തിന്നില്ലേ തിന്നില്ലേ പിന്നെ എന്തോടാ വഴക്കുണ്ടാക്കല്ലേടാ. തുപ്പാൻ. നീ തേങ്ങയും ചൊറണ്ട, ഒന്നും ചൊറണ്ട. പോയ അവിടുന്ന്. അച്ചായ, അതാരവല്ലെന്ന് വെച്ചാൽ എന്നെ ഇടിച്ചു. എന്റെ പൊന്നച്ചായ, ഇതെന്ത് വേഷമാണ് ഇത് അച്ചായ? അച്ചാമ്മ ചേർത്തി വരുന്ന ദിവസമെങ്കിലും ഒന്ന് സ്റ്റൈലായിട്ട് നിന്നൂടെ? ഓ, ഈ സ്റ്റൈലൊക്കെ മതി. അത് പോരാ, ഇങ്ങോട്ട് വാ. ചുമ്മാ ജോലിയുണ്ടേ. കാര്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാം. ആദ്യം ഈ പനിയൻ അങ്ങോട്ട് ഇതങ്ങോട്ടിട്ടെ. അസല് മണവാളിനെ പോലെ ഇരിക്കും.
ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. അതൊന്നുമല്ല കാര്യം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞെങ്കിലും മണവാളിനും മണവാട്ടിയുമായിട്ട് അച്ചായൻ കഴിഞ്ഞത് വെറും 4 ദിവസം. അതുകൊണ്ട് അച്ചായൻ ഇപ്പോഴും പുതുമണവാളം തന്നെയാ. ഇട്ടെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആവശ്യമൊക്കെ ഉണ്ട്. തലയൊക്കെ ഒന്ന് ചീകി കച്ചിയൊക്കെ ബട്ടൺസ് ഒക്കെ ഒന്ന് ഇട്ടെ സ്റ്റൈലായിട്ട്. അല്ലേ ഇട്ടെ. എടാ നീ ആ പൗഡറും സ്പ്രേ ഒക്കെ ഒന്ന് എടുത്തേ. എന്തോ അപ്പൊ ആഗ്രഹമൊക്കെ ഉണ്ടില്ല? കൈവയ്ക്ക നല്ലൊരു മണക്കട്ടെ. ഇപ്പൊ എന്നെ കണ്ട എങ്ങനെ ഇരിക്കും? ഇപ്പൊ അച്ചായനെ കണ്ട നമ്മുടെ ഇല്ല അച്ചായ. അച്ചായനോട് ഉപമിക്കാൻ എനിക്ക് എന്റെ അച്ചായൻ മാത്രമേ ഉള്ളൂ. പോടാ. എന്നാലേ ഞാൻ ഇറങ്ങാ. ഇനിയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. വന്നു. അച്ചായ ഇവരെ ഞാൻ നോക്കിക്കോളാം. അച്ചായ പൊക്കോ. സന്നിച്ചൻ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? ഓ അവന്റെ ഒരു നാണം കണ്ടില്ലേ? കല്യാണം കഴിഞ്ഞ് 2 കൊച്ചവന്റെ പ്രായമായി. അല്ല അമ്മച്ചി, ഇനി സണ്ണിയെ നമുക്കൊന്ന് കല്യാണം കഴിപ്പിക്കണ്ടേ? അയ്യോ എനിക്കത്ര വേഗം കല്യാണം വേണ്ട. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് മതി. 2-3 ദിവസം. അയ്യോ നമ്മളെ അച്ഛന്റെ വരവൊക്കെ. എന്താ ഇത്? അതെ നമ്മുടെ പാടത്ത് മട പൊട്ടി. ഞാൻ അടച്ചു. അതാ. അയ്യോ വേണ്ട ചമ്മേ, നിറയെ ചെളിയാ. ഞാൻ കുളിച്ചു വരാം. അമ്മച്ചി സോപ്പ് എടുത്തോ?